നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ വിവാദവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും രാജ്യത്ത് വലിയ രാഷ്ട്രീയ ചർച്ചയായി തുടരുന്നതിനിടെ തന്നെ പ്രതിപക്ഷത്തിനെതിരെ തിരിച്ചടിയുമായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചാലും കുറ്റം, സംസാരിച്ചില്ലെങ്കിലും കുറ്റം പറയുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. വിമർശനം ഉന്നയിക്കുക എളുപ്പമാണെങ്കിൽ പോലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അല്ലെങ്കിൽ അതായിരിക്കും സർക്കാരിന്റെ ലക്ഷ്യമെന്നതായിരുന്നു കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ പാർലമെന്റിനുള്ളിൽ ചർച്ച ചെയ്യണമെന്നും സഭയെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടുള്ള ജനാധിപത്യ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തിന് ഗുണകരമല്ല എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞു. പാർലമെന്റ് ചർച്ചകൾ നടക്കാൻ അനുവദിക്കാതെ തന്നെ പിന്നീട് സർക്കാർ ചർച്ച ഒഴിവാക്കുകയാണ് എന്ന് ആരോപിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ആകട്ടെ അവിടെ നയിക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ പ്രതിഷേധകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഡസൻ കണക്കിന് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല സമരക്കാർക്കെതിരെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സമരം അവസാനിപ്പിക്കില്ലെന്നും വീണ്ടും പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നും വിദ്യാർത്ഥി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നതാണ്. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നുവെന്നും രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി പ്രതിസന്ധിയിലാണ് എന്ന ആരോപണവും പ്രതിപക്ഷ പാർട്ടികളും അവിടെ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി നേതാക്കൾ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനിടെ തന്നെ പരീക്ഷാ ചോർച്ചാ കേസുമായി തന്നെ കൂടുതൽ കർശന നടപടി ഉറപ്പാക്കാൻ കേന്ദ്ര മന്ത്രിസഭ സുപ്രധാന ബില്ലിനും അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന പുതിയ ഭേദഗതി ബില്ല് പ്രകാരം ചോദ്യപേപ്പർ ചോർച്ച അത് ചോർന്നവർക്കും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടിത സംഘടനകൾക്കും പരമാവധി 10 വർഷം വരെ തടവും 10 കോടി രൂപ പിഴയും ലഭിക്കുന്ന തരത്തിലാണ് നിയമം ശക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം കേസുകളുടെ വിചാരണ 3 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ പ്രത്യേക വ്യവസ്ഥ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഒരു വശത്തും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികളുമായി തന്നെ കേന്ദ്ര സർക്കാർ മറുവശത്തും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ വിഷയം പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലായി തന്നെ മാറുമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കും സർക്കാരിന്റെ വിശദീകരണങ്ങൾക്കും ഇടയിൽ തന്നെ രാജ്യം ഉറ്റുനോക്കുന്നത് പാർലമെന്റിലെ ചർച്ചകളിലേക്കാണ് എന്നതാണ് മറ്റൊരു വിശദീകരണമായി തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.